മോഷ്ടിച്ച ബൈക്കിൽ മാല മോഷണം നടത്തിയിരുന്ന രണ്ടംഗ സംഘം അറസ്റ്റിൽ. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി മാല പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെട്ട സംഘമാണ് പിടിയിലായത്. കഴക്കൂട്ട സ്വദേശികളായ അനന്തു, സുജിത്ത് എന്നിവരെയാണ് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിൽ കവർച്ചകൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈക്ക് മോഷണം പോകുന്നു. ബൈക്ക് മോഷണം ഇപ്പോൾ പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഈ മോഷ്ടിച്ച ബൈക്കിലാണ് ഈ മാല പിടിച്ചുപറിയൊക്കെ നടക്കുന്നത്. ഈ രണ്ടംഗ സംഘം പിടിയിലായിട്ടുണ്ട്. ഇവരെ കുറിച്ചുള്ള പോലീസ് ഇവരിലേക്ക് എത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ഡാൻ? ടോമ, തിരുവനന്തപുരം നഗരത്തിലും അതിർത്തി മേഖലകളിലുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മോഷ്ടിച്ച ബൈക്കുകളിലെത്തി സ്ത്രീകളുടെ മാല അപഹരിക്കുന്ന, വഴിയാത്രക്കാരായ സ്ത്രീകളുടെ സ്വർണ്ണമാലകൾ അപഹരിച്ചിരുന്ന രണ്ടംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസിന്റെയും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും സംയുക്തമായ അന്വേഷണത്തിനൊടുവിൽ പോലീസിന്റെ വലയിലായത്. കഴക്കൂട്ടത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് കഴിഞ്ഞ 11-ാം തീയതി കളിക്കാവിളയിൽ വെച്ച് വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു സ്ത്രീയുടെ 6.5 പവൻ തൂക്കം വരുന്ന മാല ഇവർ ബൈക്കിലെത്തി മോഷ്ടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില CCTV ദൃശ്യങ്ങൾ കളിക്കാവിള പോലീസിന് അന്ന് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരമേഖലയിലേക്കാണ് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി. തുടർന്ന് ഈ വിവരം മ്യൂസിയം പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് മ്യൂസിയം പോലീസ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രതികൾക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ മ്യൂസിയം സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം കളിക്കേവിള പോലീസുമായി ചേർന്ന് കഴക്കൂട്ടത്ത് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഈ അനന്തു, സുജിത്ത് എന്നീ 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഏതാണ്ട് 12ഓളം കേസുകൾ, പോക്സോ കേസ് അടക്കം 12ഓളം കേസുകളിൽ പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നവർ. ഇവർ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾക്ക് പുറമെ നഗരത്തിന്റെ പല മേഖലകളിലും അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി മേഖലകളിലും മാല മോഷണ കേസുകളിൽ ഇവർക്കുള്ള പങ്കിനെക്കുറിച്ച് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നഗരത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തുടർച്ചയായി ഈ ബൈക്കിലെത്തി മാല അപഹരിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയായതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഉറക്കം കെടുത്തിയിരുന്ന 2 പ്രതികളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാഹസികമായി കഴക്കൂട്ടത്ത് നിന്ന് പോലീസ് കീഴടക്കിയിരിക്കുന്നത്. ഇവരെ അനന്തപുരയും സുജിത്തിനെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. എന്തായാലും വലിയ തോതിൽ ഈ 2 പേർ മാത്രമാണോ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതോ അതിനപ്പുറത്തേക്ക് ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംശയം പോലീസിനുണ്ടോ? ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട്, ഇതൊരു വലിയ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടോ ഡാൻ? കാരണം ഡാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ അടിക്കടി ഇത്തരം മാല മോഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാരുടെ മാല പിടിച്ചു പറിക്കുന്നു. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഡാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്ത്രീയുടെ മാല പിടിച്ചു പറിച്ചു. വലിയ രീതിയിലൊരു തലനാരിഴയ്ക്കാണ് അവർ വലിയൊരു രക്ഷപ്പെട്ടത് തന്നെ. ആ സംഭവമൊക്കെ, ആ ദൃശ്യങ്ങളൊക്കെ നമ്മെ ഏറെ നടുക്കിയതാണ്. ഈ കേസുകളൊക്കെ പരിശോധിക്കുമ്പോഴും ഇതിന് പിന്നിൽ ഈ മാല പിടിച്ചു പറിക്കുന്ന വലിയൊരു സംഘം ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടതല്ലേ? ടോമ, ഈ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം. ഈ നഗരപ്രദേശങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമീണമായ സാധാരണ സ്ഥലങ്ങളുണ്ട്. അവിടെ വലിയ തരത്തിൽ, അതായത് CCTVയുടെ നിരീക്ഷണമൊന്നും ഉള്ള മേഖലകളായിരിക്കില്ല പല മേഖലകൾ. അവിടേക്ക് ഈ പുറത്ത് മറ്റേതെങ്കിലും ചടങ്ങുകൾക്കൊക്കെ പോകുന്നതിന് വേണ്ടി സ്വർണം ധാരാളമായി ധരിച്ചുകൊണ്ട് റോഡിലൂടെ ധരിക്കുന്ന സ്ത്രീകൾ ഒരുപാടുള്ള അതിർത്തി മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്താണ് ഇത്തരം മോഷണ സംഘങ്ങൾ ഇത്തരം മോഷണങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ
ഈ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ പല മേഖലകളിൽ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് പോലീസ് ഇതിന് പിന്നിൽ ഈ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടായത്. അതിനിടയിൽ ഈ കളിയിക്കാവിളിയിൽ വെച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വഴിയാത്രക്കാരിയായ സ്ത്രീയുടെ 6.5 പവൻ തൂക്കം വരുന്ന മാല ഈ ബൈക്കിലെത്തിയ സംഘം അപഹരിച്ചുകൊണ്ട് പോയതിന് പിന്നാലെ അവിടെ നിന്ന് പോലീസിന് നിർണായകമായ ഒരു CCTV ദൃശ്യം ലഭിച്ചിരുന്നു. തമിഴ്നാട് പോലീസിനാണ് ഈ ദൃശ്യം ലഭിച്ചത്. ആ ദൃശ്യങ്ങൾ അവർ തിരുവനന്തപുരത്തേക്കാണ് ഈ പ്രതികൾ കടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായതോടെ മ്യൂസിയം പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് മ്യൂസിയം CIയുടെയും SIയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തി. അതിനിടയിലാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അടക്കം വിവിധ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് അനന്തവും സുജിത്തും എന്ന് വ്യക്തമായത്. ആ പശ്ചാത്തലത്തിലാണ് പ്രതികൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചയായി വ്യാപകമായ തെരച്ചിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇന്നലെ കഴക്കൂട്ടത്ത് വെച്ച് ഈ 2 പ്രതികളെയും സാഹസികമായി പോലീസ് സംഘം കീഴടക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അതുകൊണ്ട് തന്നെ പല കേസുകൾക്കും ഒരുപക്ഷെ ഈ 2 പേർ അറസ്റ്റിലായതോടെ പല കേസുകൾക്കും തുമ്പുണ്ടാകാം. ഈ തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നോ ഈ അനന്തവും സുജിത്തും പിടിച്ചുപറി മാല പിടിച്ചുപറിയും മോഷണവും ഒക്കെ നടത്തിയിരുന്നത്? നിലവിൽ അത്തരം തെളിവുകൾ മാത്രമേ പോലീസിന് ലഭ്യമായിട്ടുള്ളൂ. അതായത് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് അതിന് ഉപബലകമായ ചില CCTV ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയാണ് ഒടുവിൽ പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചതും. അതിനപ്പുറത്തേക്ക് വിശദമായി ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് സമാനമായ കുറ്റകൃത്യവുമായി അവർ പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമായി വരും. പക്ഷേ നിലവിൽ ഇവർ ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ലഹരി ഉപയോഗിച്ചിരുന്നവരാണ് ഈ 2 പേരും അനന്തവും സുജിത്തുമെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ബോധാവസ്ഥ വീണ്ടെടുത്തതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഇവർ സഞ്ചരിച്ചിട്ടുണ്ടോ, ഈ 2 പേർക്ക് പുറമെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും ഈ സഹായത്തിൽ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അവർ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ശൈലിയാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളത്. അതായത് ഈ ഒറ്റയ്ക്ക് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും മറ്റും പെട്ടെന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മറ്റും എത്തുന്നവർ സ്വാഭാവികമായി ബൈക്കിന്റെ കീ ഊരാതെ വാഹനത്തിൽ തന്നെ വെച്ച് ഈ സാധനം മേടിച്ചുകൊണ്ട് തിരികെ പോകുന്ന ഒരു ശൈലിയുണ്ട്. അങ്ങനെ കടകളിലേക്ക് മറ്റും എത്തുന്ന ആളുകളുടെ വാഹനം ഈ കീ അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയാൽ ഉടൻ തന്നെ ഇവർ 2 പേരും എത്തി അതിവേഗത്തിൽ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുന്നതായിരുന്നു ഇവരുടെ മോഷണ ശൈലി. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയതിനു ശേഷം അതേ ബൈക്കിലെത്തി ഈ മാല അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു തന്ത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് പിന്തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിൽ സ്വാഭാവികമായി അതിന്റെ യഥാർത്ഥ ഉടമയിലേക്ക് മാത്രമാണ് അന്വേഷണം എത്തിയിരുന്നത്. അത് തന്നെയായിരുന്നു പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടയിൽ കളിയിക്കാവിളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായി CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായതാണ് ഈ കേസിൽ ഈ പ്രതികളെ പിടികൂടുന്ന തരത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് പോലീസിനെയും എത്തിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ അനന്തവും സുജിത്തും കഴക്കൂട്ടത്ത് വെച്ച് സാഹചര്യമായി ഡാൻ സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങളാണ് ഈ കേസിലേറെ നിർണായകമായത്. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ വാഹനത്തിൽ മോഷ്ടിച്ച ബൈക്കുകളിലെത്തി മാല പൊട്ടിക്കുന്ന സംഘത്തിലെ 2 പേരാണ് പോലീസിന്റെ പിടിയിലായത്.